ഒരു വരി കൊണ്ടോ വാക്കുകൊണ്ടോ ഞാൻ പിഷാരടി എന്ന് പറഞ്ഞ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടേ ഇല്ല. എന്നോട് യോഗ്യത ചോദിച്ച ഒരുത്തനോട് തിരിച്ച് സിനിമയിൽ നിന്ന് പറഞ്ഞ ഇന്ന ആളുടെ യോഗ്യത എന്താണ് എന്നുള്ളൊരു മറുചോദ്യമായിരുന്നു അത്. ഇനി രണ്ടാമത് അതിനെക്കുറിച്ച് വിഷ്ണുവിനെ പോലെ പല ആൾക്കാരും എന്നോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എന്നോട് ആരും മാധ്യമപ്രവർത്തകർ മനോരമയും ചോദിച്ചു എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടായിട്ടാണോ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മറ്റു വിരോധമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ എന്നോട് അയാൾ വിളിച്ചു പറഞ്ഞ വിഷമത്തിന് ഇന്നൊരാൾ കാരണമായിരുന്നു എന്ന് കേട്ടപ്പോൾ തോന്നിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല ഞാനിത് പറഞ്ഞത്. അല്ല അഖിൽമാർ, അപ്പൊ ഈ സമയത്ത് തന്നെ ഇതെടുത്ത് പറയുന്നത് പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നതിന് സമയമല്ലേ? അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അദ്ദേഹം ഒരു പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നാ പുള്ളിയുടെ യോഗ്യത എന്താണെന്ന് കോൺഗ്രസിന്റെ ആൾക്കാർ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞിരുന്നുണ്ടെന്നുണ്ടെങ്കിലോ പോസിറ്റീവായിട്ട് അതിനെ കണ്ടിരുന്നെങ്കിലോ ഞാനിതൊന്നും ശ്രദ്ധിക്കാൻ പോലും പോകത്തില്ലായിരുന്നു. കാര്യം എന്റെ മണ്ഡലത്തിലല്ലോ പുള്ളി മത്സരിക്കുന്നത്. ഇത് നമ്മുടെ മാറ്ററേ അല്ല. കാര്യം പുള്ളിക്ക് അവിടെ രാഷ്ട്രീയം. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, എന്താ രമേശ് പിഷാരടി പറഞ്ഞ രാഷ്ട്രീയം? ശോഭാ സുരേന്ദ്രൻ പറയുന്ന ശക്തമായ രാഷ്ട്രീയത്തിനെതിരെ രമേശ് പിഷാരടി പറഞ്ഞ രാഷ്ട്രീയം എന്താ? പിണറായി വിജയനെതിരെ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ എന്താ പറഞ്ഞത്? പറയട്ടെ, രാഷ്ട്രീയം സംസാരിക്കാൻ ആദ്യം പഠിക്കുക. വ്യക്തികളെ എടുത്തുകൊണ്ട് അതിനെ ഖണ്ഡിച്ച് സംസാരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. എന്താ രാഷ്ട്രീയം പറഞ്ഞോ? അദ്ദേഹം എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് ആശയങ്ങൾ പറയുന്നു. കോൺഗ്രസ് ആശയമാണോ? കോൺഗ്രസിന് എന്താണ് ആശയം? കോൺഗ്രസിന്റെ ആശയം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രയത്നിച്ച പാർട്ടിയാ. വേറെന്തോ ആശയം എന്ന് പറയാൻ എനിക്ക് കോൺഗ്രസിന്റെ ആശയം എന്ന് പറഞ്ഞത്? കോൺഗ്രസിന്റെ ആശയം വികസനവുമായി ബന്ധപ്പെട്ട റൈറ്റ് ആശയമാണ്. ആശയങ്ങൾ 1885 എഒ ഹ്യൂം ഈ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് പിന്നാലെ അണിനിരക്കാൻ വേണ്ടി ഒരു ആശയം സൃഷ്ടിക്കപ്പെട്ടത് ദേശീയ ബോധമാണ്. ആ ദേശീയ ബോധമാണ് കോൺഗ്രസിനെ അക്കാലത്ത് നയിച്ചത്. കോൺഗ്രസിന് ഇന്ന് ദേശീയ ബോധം ലെവലേശമില്ല. ഒരു കാലത്ത് ദേശീയ ബോധമുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഒരു കാലത്ത് ഹൈന്ദവ സമൂഹത്തെ ചേർത്ത് പിടിച്ച പാർട്ടിയായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ ബോധത്തിന് അങ്ങനെ എന്ത് പറ്റിയതെന്നാണ്? കനയ്യകുമാറിനെ പോലെ രാജ്യത്തിന്റെ ഒരു തീവ്രവാദി അഫ്സൽ ഗുരുവിന്റെ അനുസ്മരണം നടത്തിയ ഒരുവനെ പിടിച്ച് കൂടെ കൂട്ടുന്നതാണോ ദേശീയ ബോധം? CAA NRC നടപ്പിലാക്കുന്ന സമയത്ത് അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും ഇന്ത്യയിലെ ഒരു മുസൽമാനും അത് പ്രശ്നം ഉണ്ടാവത്തില്ല എന്നും മനസ്സിലാക്കിയിട്ട് രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നതാണോ ദേശീയ ബോധം? ഈ രാജ്യത്ത് എപ്പോഴൊക്കെ രാജ്യവിരുദ്ധ ശക്തികൾ ഇടപെട്ടിട്ടുണ്ടോ ആ സമയത്തെല്ലാം ഇതിനെതിരെ തള്ളിപ്പറയുന്നതാണോ ദേശീയ ബോധം? പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് റോബർട്ട് വദ്ര പറയുകയാണ് അത് ചെയ്യിച്ചത് നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനെ ചെവുക്കല്ലടിച്ച് പൊട്ടിക്കണമെന്ന് അന്ന് ഫേസ്ബുക്കിൽ എഴുതിയ ഒരാളാണ് ഞാൻ. രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എത്രയും പെട്ടെന്ന് റോബർട്ട് വദ്ര എന്ന് പറയുന്ന അളിയനെ വിളിച്ചിട്ട് ചെവുക്കല്ലടിച്ച് പൊട്ടിച്ചിട്ട് പറയണം മേലാ ഇമാതിരിയുള്ള ഡയലോഗും കൊണ്ട് നടക്കരുതെന്ന് പറയണം എന്ന് അന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരാളാണ്. അപ്പൊ ഇതിൽ എവിടെയാണ് ദേശീയ ബോധമുള്ളത്? ദേശീയ ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് രാജ്യത്തിനെതിരെ വരുന്ന വിഷയങ്ങളെ അനുകൂലിക്കാൻ പറ്റുന്നത്? അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ബാബറി മസ്ജിദ് തുറന്നു കൊടുത്തത് ആരാ? രാജീവ് ഗാന്ധിയാണ്. 1986 ഹിന്ദുക്കൾക്കായി ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുന്നത്. 89 അവിടെ ശിലാന്യാസം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. ഇത് ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാണ്. പശുവും കിടാവുമായിരുന്നു കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിയുടെ ചിഹ്നം. പിന്നീടാണ് കൈപ്പത്തി വരുന്നത്. അപ്പൊ പശുവിനൊന്നും കേട്ട് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും വിഷയമാണ്. ഇത് കോൺഗ്രസിന്റെ ചിഹ്നം തന്നെ പശുവും കിടാവുമായിരുന്നു. അപ്പൊ ഇത് ഇന്ന് ചാണകം എന്ന് വിളിക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ്. നിങ്ങൾ ഒരു കാലത്ത് മത്സരിച്ചത് പശുവും കിടാവും കൊണ്ടാ. പശുവും കിടാവും കൊണ്ടുള്ളതുകൊണ്ട് ചാണകം അവിടെ നിർബന്ധമില്ല. പശു ഇടുന്ന എന്താ? അതുകൊണ്ടല്ല. BJP എന്ന രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും അതിന്റെ നേതാക്കൾ പലപ്പോഴും ഈ ചാണകത്തിന്റെ ഗുണഗണങ്ങളും നല്ലതല്ലേ? ഞാൻ ചാണകം പറഞ്ഞിട്ടില്ല. ഞാൻ ചാണകം മെഴുകിയ തറയിൽ ഞാനും അമ്മൂമ്മയും കൂടെ പണ്ട് കിടന്നുറങ്ങിയത് ചാണകം മെഴുകിയ തറയിലാ. അത്രയും അതുകൊണ്ട് തന്നെ ചാണകത്തിന്റെ കുഴപ്പം പറയണ്ടേ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് നമ്മളെ തന്നിട്ട് ഇതിന് കുഴപ്പമുണ്ടോ? ചാണകത്തിന്റെ ഗുണഗണങ്ങളെ പറ്റി അറിവില്ലായ്മ കൊണ്ടല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകർ അത് പറയുന്നത്. ചാണകം കഴിക്കുന്നത് നല്ലതാണ്, ചാണകം ദേഹത്ത് പുരട്ടുന്നത് നല്ലതാണ്, ഗോമൂത്രം കുടിക്കുന്നത് നല്ലതാണെന്നൊക്കെ പ്രചരിപ്പിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് BJP. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആയുർവേദപരമായിട്ട് ഇതൊക്കെ ഗുണം ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ചെളി എടുത്ത് പുരട്ടുന്ന ആൾക്കാരുണ്ട് എന്ന് കരുതിയിട്ട് ചെളി ആരും കഴിക്കില്ലല്ലോ. മണ്ണ് ഇപ്പൊ നമ്മുടെ മഡ് ബാത്ത് എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ആയുർവേദ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. വാഴയിലെ പൊതിഞ്ഞു കെട്ടിക്കിടക്കുന്ന ആപത സ്നാനം എന്ന് പറയുന്ന പരിപാടിയൊക്കെ ആയുർവേദത്തിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വാഴയിൽ ആരെങ്കിലും എടുത്ത് കഴിക്കുമോ? ഇതൊക്കെ ഇങ്ങനെ ഇതായത് ഞാൻ ഒരു വിഷയത്തെ കുറിച്ചിട്ടും പഠിക്കാനും ശ്രമിക്കത്തില്ല, അറിയാനും ശ്രമിക്കത്തില്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നമ്മളങ്ങ് പ്രചരിപ്പിച്ചേക്കാണ്. അതാണ് അപകടം. ദയവ് ചെയ്ത് എല്ലാവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരാളെ വിമർശിച്ചോളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്തോ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജെട്ടിയും പ്രായം ഇട്ട് കോഴിക്കോട് ഓടുമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. അവ ഇന്നലെ വേറൊരു പോസ്റ്റ് ഇട്ടു, എനിക്ക് നടൻ ദിലീപ് 7 കോടി രൂപ തന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 100 രൂപ തന്നിട്ടുണ്ടെന്ന് നീ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഇനിയുള്ള കാലം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് പോസ്റ്റ് നീ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. സ്പോട്ടിൽ എന്തായാലും മാന്യനാണ്. അപ്പോഴേ ഒരു സംശയ നിവാരണം നടത്തേണ്ടത് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ പ്രാർത്ഥന ശേഷം അഖിൽമാരാർ തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പിന്തുണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ കൂടി തൃക്കാക്കരയിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചരണവുമായി വന്നിട്ടുണ്ട്. കുറച്ചധികം പേരുണ്ട്. അവരോട് പരിചയപ്പെടാം. എന്താണ് ഇവരുടെയും പ്രതീക്ഷകൾ അഖിൽമാരാർ എന്ന സ്ഥാനാർത്ഥിയെ പറ്റി എന്നുള്ളതെല്ലാം വിശദമായി അറിയാം. എന്താ പേരെന്താ? രാജേഷ് കുമാർ.
രജേഷ് കുമാർ. എത്ര കാലമായി അഖിൽമാരെ അറിയാം? കുട്ടിക്കാലം തൊട്ടേ അറിയാം. കുട്ടിക്കാലം തൊട്ടേ. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേട്ടപ്പോൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രചാരണം അടുത്ത് നിന്ന് കാണുന്നു. എത്രമാത്രമുണ്ട് വിജയപ്രതീക്ഷകൾ? അഖിലിൽ എത്രമാത്രം വിശ്വാസമുണ്ട്? അഖിലിലും വിജയപ്രതീക്ഷയും 100% ഓക്കെയാണ്. രണ്ട് കാര്യങ്ങളും. അഖിൽമാരിൽ എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? ഈ സീറ്റ് നേടും അല്ലെങ്കിൽ വിജയിക്കും, അത് എത്രമാത്രം പ്രതീക്ഷയുണ്ട്? അവനിൽ 100% അവൻ്റെ കഴിവിൽ വളരെ കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അത്രമാത്രം ടാലൻറ്റഡ് ആണ് അവൻ. അപ്പോൾ ഏത് മേഖലയിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും മുന്നോട്ട് വരാൻ കേപ്പബിൾ ആണ് അവൻ. അപ്പോൾ അത് ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷയാവും. അവൻ ജയിച്ചു കഴിഞ്ഞാൽ അവൻ ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അഖിലിന് നിലപാടില്ല എന്നൊക്കെ ആക്ഷേപങ്ങൾ വരുന്നു. അഖില് കാരണം അവസരവാദിയാണെന്ന് പറയുന്നത്. അതൊക്കെ സുഹൃത്തെന്ന നിലയിൽ കാണുമ്പോൾ വിഷമം ഉണ്ടാക്കുന്നുണ്ടോ? നമ്മൾ ഇന്നലെ മുതലുള്ള പരിചയമല്ലല്ലോ. നമ്മളെല്ലാം ചെറുപ്പം മുതലേ ഒരുമിച്ചുള്ള. അപ്പോൾ അഖിലിൻ്റെ നിലപാട് എന്താണ്? അവൻ എപ്പോഴും സത്യത്തിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള സത്യത്തിനൊപ്പം അതിനൊപ്പം നിൽക്കുന്ന ആളാണ്. അല്ല എന്തെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ആ ഒരു നിലയ്ക്കല്ല. അല്ലാതെ തന്നെ അവന് ജനങ്ങളോടൊത്താണ് എപ്പോഴും അവൻ്റെ നിലപാടുകൾ. അപ്പോൾ അവൻ നിലപാടില്ല എന്നുള്ളതൊക്കെ ആൾക്കാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അഖിലിനെതിരെയുള്ള പല രീതിയിലുള്ള വിമർശനങ്ങൾ, അതായത് പലപ്പോഴും അധിക്ഷേപങ്ങൾ വ്യക്തികളിലേക്കും നീളുന്നു. കൃത്യമായ ഒരു രാഷ്ട്രീയ അവബോധം അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ NDA ആണ്. ആ വിധത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. ഇതെല്ലാം ബാലിശമാണെന്നാണോ ഒരു സുഹൃത്ത് എന്നുള്ള രീതി കരുതുന്നത്? പിന്നല്ലാതെ. കാരണം അവൻ നിലവിൽ ഞങ്ങളറിയാൻ അവൻ കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം പിന്നെ കുറച്ച് അവൻ്റെ ആശയങ്ങളും അവൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനോട് ഒരുപക്ഷെ ചേർന്ന് നിൽക്കാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ജനങ്ങൾ അങ്ങനെ അവനെ വിലയിരുത്തുന്നത്. പക്ഷേ നമുക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നവരെ അവൻ കൊട്ടാകര മത്സരിക്കുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നു. അപ്പം നമ്മുടെ നാടിനും അല്ലെങ്കിൽ കൊട്ടാരയ്ക്ക് വളരെ പ്രതീക്ഷയായിരുന്നു അവൻ പിന്നെ എന്താ പറയുന്നത് നിയമസഭയിൽ മത്സരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ബോധ്യമുണ്ട് അവൻ ഇവിടെ ജയിച്ച് വരുമെന്നും ഈ തൃക്കാക്കരയിലെയും എറണാകുളത്തും അവൻ ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അവൻ എന്നും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഉമാ തോമസ് ഒക്കെയാണ് എതിരെ മത്സരിക്കുന്നത്. വലിയ വ്യക്തിപ്രഭാവവും ഒക്കെയുള്ള ആളാണ്. അപ്പോൾ ഒന്നാമത്തത് അഖിൽമാർ മത്സരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ മണ്ഡലത്തിലുമല്ല. വോട്ട് പിടിക്കാനും വിജയിക്കാനും സാധിക്കുമോ? അത് വലിയ രീതിയിൽ ശ്രമകരമാകുമോ? എങ്ങനെ മനസ്സിലാക്കുന്നു? അവനെ സംബന്ധിച്ച് അവന് ജനിച്ച നാടെന്നല്ല, അവൻ കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും അവൻ അവൻ്റേതായിട്ടുള്ള വ്യക്തിപ്രഭാവം അവിടെ കൊണ്ടുവരും. കാരണം പുള്ളി ക്വാളിറ്റി ഉള്ള ഒരാളാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി. അത് ഇപ്പം നിയമസഭയിൽ മത്സരിക്കുന്നുണ്ടല്ലോ, അവൻ പഠിച്ച്, അതായത് എന്നെക്കായി എനിക്ക് 2 വയസ്സിനൊക്കെ ഇളയതാണ്. പക്ഷേ അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അവൻ നാടിന് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോൾ കോട്ടാത്തല നാട്ടിനായാലും കൊട്ടാക്കരയ്ക്കായാലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഇപ്പം തൃക്കാക്കരയായാലും കൊട്ടാക്കരയായാലും ഒക്കെ പുള്ളിക്ക് ഒരുപോലെ തന്നെ ആയിരിക്കും. അദ്ദേഹം കോട്ടത്തലയിൽ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാമൊക്കെ എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ കൂടെയുള്ള സുഹൃത്തായിരുന്നു? അതെ, അത് ആലോചനയല്ല, അവൻ നിന്നത് ചില സാങ്കേതിക കാരണങ്ങളാണ് നിന്നത്. പക്ഷെ മറ്റു സ്ഥാനാർത്ഥികളോട് ഒപ്പം തന്നെ അവൻ നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്തു ഒറ്റയ്ക്ക് നിന്നിട്ട്. അപ്പോഴെല്ലാം കൂടെയുള്ളവരാണ് ഞങ്ങളെല്ലാവരും. അഖിൽമാരെന്നുള്ള രാഷ്ട്രീയക്കാരനെ ഞങ്ങൾക്ക് കുറിപ്പുകളിലൂടെ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ കാണുമ്പോഴേക്കും അദ്ദേഹം സെലിബ്രിറ്റിയും സിനിമാ സംവിധായകനൊക്കെ മാറി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കോട്ടത്തലയുള്ളവരാണ്, അദ്ദേഹത്തെ ആ രീതിയിൽ അടുത്ത് കണ്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ മലയാളിക്ക് വിശ്വസിക്കാമോ അഖിൽമാരെ? ഉറപ്പായിട്ടും വിശ്വസിക്കാം. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലല്ലാതെ പുള്ളി ഒരു ജനകീയനാണ്. പിന്നെ സാധാരണക്കാരുടെ എല്ലാ വിഷയങ്ങളും നേരിട്ടറിയാവുന്നതും അനുഭവിച്ചതും അനുഭവ സമ്പത്തും കാര്യങ്ങളും ഉള്ള ആളാണ്. അതുകൊണ്ട് സാധാരണപ്പെട്ട ആളുകളുടെ എല്ലാ വിഷമങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടി പുള്ളി സഹകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ മലയാളിക്ക് ഒരു പൊതുബോധമുണ്ടെന്നൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയ സ്പേസസിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് പലരും. അതായത് മലയാളി കൃത്യമായി BJP അകറ്റി നിർത്തും. ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിൽ കോൺഗ്രസിനോട് അനുഭവം കാണിക്കും. സ്റ്റേറ്റ് ഇലക്ഷൻ ആണെങ്കിൽ അത് LDFിനോടായിരിക്കും. ഒരിക്കലും BJP ഒരു കോർപ്പറേറ്റ് പഞ്ചായത്ത് തല ഇലക്ഷന് വിട്ട് അങ്ങോട്ട് വിജയത്തിലേക്ക് എത്തിക്കില്ല. അത് മലയാളിയുടെ ഒരു പൊതുബോധമാണെന്നുള്ള രീതിയിലൊക്കെ ട്രെൻഡുകൾ കാണാറുണ്ട്. അവിടെയാണ് NDA സ്ഥാനാർത്ഥിയായി അഖിൽമാരാർ നിൽക്കുന്നത്. അത് തെറ്റായ ഒരു തീരുമാനമാണെന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ആ ഒരു ചിന്താഗതിയൊക്കെ കുറേ നാളിന് മുന്നത്തെ അല്ലേ, അതൊക്കെ ഇപ്പം മാറ്റേണ്ട സമയമായി. എന്നുവെച്ചാൽ ഇപ്പം കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നടത്തുന്ന പ്രചാരണങ്ങളിലൊക്കെ ആളുകൾക്ക് വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും അല്ലെങ്കിൽ ആളുകളുടെ സ്നേഹവും
അതൊക്കെ വോട്ടായി മാറും, അല്ലെങ്കിൽ അഖിലിന് വിജയിക്കാൻ സാധിക്കും, അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? തീർച്ചയായും അവൻ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നവനാ. അവൻ അത്രയും ആൾക്കാരുടെ പൾസറിയാം, സാധാ ലെവലിലുള്ളവരുടെ ആൾക്കാർക്ക് ഗുണമേ അവൻ ചെയ്യത്തുള്ളൂ. അതായത് അവൻ എത്രയോ ആൾക്കാർക്ക് സഹായങ്ങൾ അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൻ വേറൊരാളുടെ അടുത്ത് പറയാനോ വേറൊരു രീതിയിലല്ലാതെ പറഞ്ഞ് പബ്ലിസിറ്റി ഉണ്ടാക്കാനോ അല്ല. അവൻ സാധാരണക്കാരൻ്റെ, അതായത് എത്രയോ സുഖമില്ലാത്ത ആൾക്കാർക്ക് രഹസ്യമായിട്ട് അവൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി പൈസ വന്നു കഴിഞ്ഞപ്പോൾ അവൻ എല്ലാവർക്കും സഹായം നേരിട്ടറിയാമത്. നേരിട്ടറിയാവുന്നത്. അത് പലരെയും, അതായത് അവനാണെങ്കിൽ പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. നമുക്കറിയാം, അതായത് അവിടെയുള്ള പല ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സുഖമില്ലാത്ത ഒരു മോനെ അങ്ങനെ പല പല കേസുകളിൽ അവൻ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അവൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അത് ചെയ്തത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നുണ്ടെങ്കിൽ അവൻ അതെല്ലാം വീഡിയോ എടുത്തിട്ടായിരുന്നു. നമുക്ക് രഹസ്യമായിട്ട് പല കേസുകളിലും നമുക്കറിയാം, നമ്മളവിടെ നമ്മുടെ നാട്ടിൽ സഹകരിച്ച് നടക്കുന്നുണ്ട്. അവരെല്ലാം അവന് നമ്മുടെ കൊട്ടാരക്കര നിന്നായിരുന്നെങ്കിൽ അവന് വിജയപ്രതീക്ഷയായിരുന്നു. ഇവിടെയും അവനെ സംബന്ധിച്ചോളം അവൻ നല്ല രീതിയിൽ അവനെ ആൾക്കാർ വിജയിപ്പിച്ചെടുത്താൽ ഈ നാടിന് ഗുണമായിരിക്കും അവൻ.